ഹലോ ഓൾ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. എന്നോട് പലരും ചോദിക്കുന്നൊരു കാര്യമാണ് എന്തുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്തു എന്നുള്ളത്. ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലേ ഉള്ള എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കണം എന്നായിരുന്നു. കാരണം എൻ്റെ വീട് കോഴിക്കോടാണ്. അപ്പം വീട്ടിലൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വരുന്ന സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു പോവാറ്. അപ്പോൾ ഉള്ളൊരാഗ്രഹമായിരുന്നു അഥവാ MBBS പഠിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ പഠിക്കണം എന്നുള്ളത്. പക്ഷെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോയ സമയത്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ല, അതിൻ്റെ മുകളിൽ ഒരുപാട് നല്ല മെഡിക്കൽ കോളേജുകളിൽ ഉണ്ട്. അതായത് എയിംസ് ഡൽഹി എന്നൊക്കെ പറയുന്നത് ഏതൊരു നീറ്റ് ആസ്പിരൻറ്റിൻ്റെയും ഡ്രീം കോളേജാണ്. അതുപോലെ തന്നെ എനിക്കും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എയിംസ് ഡൽഹിയിൽ പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 320 ആയിരുന്നു. അപ്പോൾ 320 റാങ്കിൽ ജനറൽ കാറ്റഗറിയിൽ ഒരിക്കലും എയിംസ് ഡൽഹിയിൽ കയറാൻ പറ്റില്ല. പക്ഷേ അതറിയുമായിരുന്നെങ്കിലും ഞാൻ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത് എയിംസ് ഡൽഹി തന്നെയായിരുന്നു, അഥവാ കിട്ടിയാലോ എന്ന് കരുതിയിട്ട്. പക്ഷെ എന്തായാലും കിട്ടില്ല എന്നറിയാം. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ജിപ്മർ പോണ്ടിച്ചേരി ആയിരുന്നു. ഈ എയിംസ് ഡൽഹി അല്ലെങ്കിൽ ജിപ്മർ പോണ്ടിച്ചേരി ഇങ്ങനത്തെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ MBBS കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ആ ഒരു MBBSന് ഭയങ്കര ഒരു വാല്യൂ ഉണ്ട്. നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ചില ഡോക്ടേഴ്സൊക്കെ അവരുടെ പേരിൻ്റെ ഇപ്പം ഡോക്ടറിൻ്റെ പേര് എക്സ് ആണെന്ന് വിചാരിക്കും. അപ്പം XMBBS എന്നിട്ട് ബ്രാക്കറ്റിൽ ഇങ്ങനെ എയിംസ് ന്യൂഡൽഹി എന്ന് എഴുതും. എന്നിട്ട് MD ബ്രാക്കറ്റിൽ ജിപ്മർ എന്നൊക്കെ എഴുതി. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ. അതായത് പക്ഷേ എനിക്ക് അതേ സാധനം എനിക്ക് MBBS അറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല. പക്ഷേ ഈ എയിംസ് ഡൽഹി അല്ലെങ്കിൽ ജിപ്മർ പോണ്ടിച്ചേരി എന്ന് പറയുന്ന സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന് ഭയങ്കര ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട് ആക്ച്വലി. അത് പലർക്കും അറിയുന്നതായിരിക്കും. അപ്പം എനിക്ക് എയിംസ് ഡൽഹി കിട്ടില്ലെങ്കിൽ ജിപ്മർ പോണ്ടിച്ചേരി കിട്ടണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ അത് കിട്ടില്ലായിരുന്നു. കാരണം ഓൾ ഇന്ത്യ റാങ്ക് 303 വരെയായിരുന്നു ജനറൽ കാറ്റഗറിയിൽ അന്ന് പോയത്. പക്ഷേ എൻ്റെ റാങ്ക് 320 ആയതുകൊണ്ട് കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ത് വെക്കണം എന്നായിരുന്നു എനിക്ക് ഡൗട്ട്. കാരണം പുറത്ത് പഠിക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഏതൊരു മലയാളി സ്റ്റുഡൻറ്റിനും ഉള്ളൊരു ആഗ്രഹം പോലെ പുറത്ത് പോകണമെന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ പുറകിലോട്ട് വലിക്കുന്നുണ്ട്, പോവണ്ട ഇവിടെ തന്നെ നിൽക്കാന്നുള്ള രീതിക്ക്. പക്ഷേ ഞാൻ ഓൾമോസ്റ്റ് ഉറപ്പിച്ചതായിരുന്നു ഞാൻ എയിംസ് ഭുവനേശ്വറിൽ പഠിക്കാന്നുള്ള രീതിക്ക്. അപ്പോൾ ഞാൻ എയിംസ് ഭുവനേശ്വറിൽ പഠിക്കുന്ന ഒരു മലയാളി സീനിയറൊക്കെ ആയിട്ട് സംസാരിച്ച് ഏകദേശം കൗൺസിലിങ്ങിന് എൻ്റെ തേർഡ് ഓപ്ഷൻ എയിംസ് ഭുവനേശ്വറിനെ കൊടുക്കാന്നുള്ള രീതിക്ക് വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഓപ്ഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടി പോയി. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ദിവസം ഒക്ടോബർ 14 കണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് പോയപ്പം അക്ഷയെന്ന് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല എന്ന് പറഞ്ഞു, കുറച്ചുകൂടെ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് മീൻസ് നമ്മളെ ഈ കൗൺസിലിങ്ങിൻ്റെ ഓപ്ഷൻ ഫില്ലിങ് തീരാൻ പോകുന്ന ദിവസമാണ് പിന്നെ ഞാൻ എഗെയിൻ അത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അക്ഷയയിൽ പോകുന്നത്. അപ്പം ആ ഒരു 4 ദിവസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ലൈഫിൽ സംഭവിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ, ലൈഫിൽ സംഭവിച്ച വലിയ കാര്യങ്ങളൊന്നുമല്ല, എൻ്റെ ഒരു മൈൻഡ് സെറ്റ് മാറാൻ തുടങ്ങി. എൻ്റെ ഒരു തോട്ട്സൊക്കെ മാറാൻ തുടങ്ങി. അത്രയും കാലം എയിംസ് ഭുവനേശ്വർ പോവാന്ന് വെച്ച് ഇരുന്നു. പക്ഷെ ഞാനിങ്ങനെ കുറേ ഡോക്ടേഴ്സിനെയൊക്കെ കുറേ പേരിനെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞു എയിംസിൽ പോയിക്കോ, പക്ഷെ ചിലർ പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നോ അത്ര എക്സ്പോഷേഴ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞു തരാം. പക്ഷെ അതിന് മുന്നേ അതായത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ കൂടെ എന്തോ ഒരു കാര്യം മേ ബി നാട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കാം, എനിക്കറിയില്ല. എനിക്ക് എന്തോ പുറത്ത് പോകാൻ പെട്ടെന്നൊരു പേടിയായി. എയിംസ് ഭുവനേശ്വറിലൊക്കെ പോയാൽ എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലാത്ത കോഴ്സാണ് MBBS, അത്യാവശ്യം നല്ല സ്ട്രെസ്ഫുള്ളാണ്. അപ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് നാട്ടിലേക്കൊക്കെ വരാൻ അങ്ങനെ എന്തൊക്കെയോ എനിക്ക് അങ്ങനത്തെ എന്തൊക്കെയോ ഫീലിങ്സ് ഉണ്ടായി. ലാസ്റ്റ് ഞാൻ കരുതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെ കൊടുക്കാം. അങ്ങനെ ഞാൻ തേർഡ് ഓപ്ഷൻ കൊടുത്തത് കോഴിക്കോടായിരുന്നു. അതായത് തേർഡ് ഓപ്ഷൻ കൊടുക്കാൻ മീൻസ് എയിംസും അതുപോലെ തന്നെ ജിപ്മറും, എയിംസ് ഡൽഹിയും ജിപ്മറും കിട്ടില്ല എന്നറിയാം. എന്നുവെച്ചാൽ എനിക്ക് കിട്ടാൻ വേണ്ട കോളേജ് എന്നുള്ള രീതിക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊടുത്തത്. അപ്പം പിന്നെ കയറി. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ ഞാനിങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞു തരാമെന്ന്. ഇത് ഇപ്പം എയിംസ് ന്യൂഡൽഹി എന്ന് പറയുന്ന അത്രയും ടോപ്പ് മെഡിക്കൽ കോളേജാണ്. അതുപോലെ തന്നെ ജിപ്മറും അത്രയും കേസസ് ഉണ്ട്, അത്രയും നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ്, പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പം നമുക്ക് ലാംഗ്വേജ് ആയാലും അല്ലാണ്ടുള്ള ബാക്കിയുള്ള കൾച്ചേഴ്സ് ആയാലും ഒരുപാട് എക്സ്പോഷർ കിട്ടും. കാരണം ഡിഫറെൻറ്റ് ഏരിയാസിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. എയിംസ് ന്യൂഡൽഹി എന്ന് പറയുന്നത് ടോപ്പ് മെഡിക്കൽ കോളേജ്, നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അവിടെ കിട്ടിയാൽ വേറെ ഒന്നുമില്ല, അവിടെ പോവുക. പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെ നീറ്റ് 2023 കേരള ടോപ്പർ എയിംസ് ന്യൂഡൽഹി കിട്ടുമായിരുന്നിട്ട് കൂടെ അവൾ ചൂസ് ചെയ്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. ആക്ച്വലി ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ താല്പര്യങ്ങളാണ്. അപ്പം എനിക്ക് പക്ഷേ ടോപ്പ്
എന്ന് പറയുന്നത് എയിംസ് ഡൽഹിയാണ്. അത് കിട്ടുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ പോകുമായിരുന്നു. പിന്നെ ജിപ്മറും അടിപൊളി കോളേജാണ്. പിന്നെ കമ്മിങ് ടു ബാക്കി നമുക്ക് പലപ്പോഴും ഡൗട്ട് വരുന്നത് ഇപ്പം എയിംസ് ഭോപ്പാൽ അല്ലെങ്കിൽ എയിംസ് ഭുവനേശ്വർ ഇതുപോലത്തെ നല്ല കുറച്ച് പെരിഫറൽ എയിംസ് ഉണ്ട്, അവിടെ പോകണോ, അല്ലെങ്കിൽ ഇപ്പം മൗലാന ആസാദ് മെഡിക്കൽ കോളേജ്, വർദ്ധമാൻ മഹാവീർ മെഡിക്കൽ കോളേജ്, ഇങ്ങനെ കുറച്ച് അടിപൊളി കോളേജസ് ന്യൂഡൽഹിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകണമെന്ന് ഭയങ്കര ഡൗട്ടായിരിക്കും. അപ്പം ഈ പെരിഫറൽ എയിംസിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം എയിംസ് ഭുവനേശ്വർ, എയിംസ് ഭോപ്പാൽ എന്നൊക്കെയുള്ള ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രോസും ഉണ്ട് കോൺസും ഉണ്ട്. പ്രോസ് എന്ന് പറയുന്നത് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം ഒരുപാട് എക്സ്പോഷേഴ്സ് നമുക്ക് കിട്ടും, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ മെയിൻലി കോൺസ് ഫോക്കസ് ഇത് പറയാം. ഒരു പ്രശ്നം ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്, അവിടെ ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പേഷ്യൻ്റ് ലോഡ് ഭയങ്കര കുറവാണ്. അപ്പം നമുക്ക് ആസ് എ ഡോക്ടർ നമുക്ക് കുറേ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യില്ല എന്നല്ല, പക്ഷേ കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നത്, കുറേ രോഗികൾ വരുന്ന ഒരു കോളേജ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന അത്ര ഒരു എക്സ്പോഷർ കിട്ടില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. അത് എയിംസ് ഭോപ്പാൽ ആയാലും എയിംസ് ഭുവനേശ്വർ ആയാലും അങ്ങനത്തെ ഒരു പ്രശ്നം കുറച്ച് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ട് കേട്ടു. പക്ഷേ എയിംസ് ഡൽഹിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, അത്രയ്ക്കും പേഷ്യൻസ് വരുന്നുണ്ട്. പിന്നെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് പറയുകയാണെങ്കിൽ അത്രയും പേഷ്യൻസ് വരുന്നുണ്ട്, നമ്മുടെ വാർഡൊക്കെ ഫില്ലാണ്. നമുക്ക് അത്രയും കേസസ് കണ്ടു പഠിക്കാൻ അത്രയും എക്സ്പോഷേഴ്സ് കിട്ടണ ഒരു കോളേജ് തന്നെയാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. പിന്നെ ആക്ച്വലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ഞാനിപ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറഞ്ഞത്. എനിവേ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഓപ്റ്റ് ചെയ്തപ്പം ആദ്യത്തെ കുറച്ച് സമയങ്ങളിലൊക്കെ, ആദ്യത്തെ വർഷമൊക്കെ എനിക്ക് കുറച്ച് എടുക്കണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയിരുന്നു. ഒന്നുമില്ല, ഇങ്ങനെ പുറത്ത് പോകാമായിരുന്നു എന്നൊക്കെ പിന്നൊരു ആഗ്രഹം തോന്നി. പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എടുത്ത ഡിസിഷനിൽ. കാരണം എനിക്കിപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും വീട്ടിൽ പെട്ടെന്ന് പോകണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ഞാൻ ഇവിടെ തന്നെ ചൂസ് ചെയ്തതുകൊണ്ടുണ്ട്. അപ്പോൾ എനിവേ ഇപ്പോൾ കൗൺസിലിംഗ് ഒക്കെ തുടങ്ങാൻ പോകുന്ന സമയത്ത് പലർക്കും ഓപ്ഷൻ ഫില്ലിംഗ് റിലേറ്റഡ് ഒക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. ഈ ഫ്രീ നീറ്റ് ഒന്നും നടക്കുന്നുണ്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കൗൺസിലിംഗ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, നിങ്ങൾക്ക് ഏത് കോളേജിലാണോ പോകാനുള്ളത് അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ അന്വേഷിക്കുക. അവിടെ തന്നെ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടിയുടെ നമ്പറൊക്കെ അന്വേഷിച്ച് നമ്പറൊക്കെ കണ്ടുപിടിച്ച് അവരെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെ ഒരു കോളേജ് എടുത്താൽ മതി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നല്ലൊരു കോളേജിൽ കിട്ടട്ടെ.